ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനിയ. ഞാനിവിടെ യു കെയിൽ ഒരു ബാൻഡ് 5 രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളുകളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു ഡൗട്ടായിരുന്നു, യു കെയിൽ ഇനി ഫ്രീ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമോ പഴയ പോലെ. കുറേ നാളുകളായിട്ട്, അതായത് ഒരു 2019 തൊട്ടാണെന്ന് എനിക്ക് തോന്നുന്നു യു കെ ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പം നമുക്ക് ഒരുപാട് ഫ്രീ റിക്രൂട്ട്മെൻറ്റുകൾ നാട്ടിൽ നിന്ന് നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഫ്രീ റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ വന്നതാണ് ഞാനും. അപ്പോൾ കുറച്ച് നാളുകളായിട്ട്, അപ്പോൾ ഈ 2024 തുടങ്ങി പിന്നെ കുറച്ച് നാളുകളായിട്ട് റിക്രൂട്ട്മെന്റ് അങ്ങ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടായിരുന്നു, പോയിട്ട് പഠിച്ചുകൊണ്ടിരുന്നവർക്കും ക്ലിയർ ആയിട്ടിരുന്നവർക്കും അങ്ങനെ കുറേ പേർക്ക് ഒരു ഡൗട്ടായിരുന്നു, ഇനി ഫ്രീ റിക്രൂട്ട്മെന്റുകൾ പഴയതുപോലെ യു കെയിലോട്ട് കൊണ്ടാകുമോ ഇല്ലയെന്ന്. അപ്പം നമ്മളെല്ലാവരും അതിനുവേണ്ടി ഒരു ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫൈനലി അതിനൊരു കൈൻഡ് ഓഫ് ആൻസർ വന്നിട്ടുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്ന ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ അത്ര ഫേവറബിൾ അല്ലാത്ത രീതിക്കാണ് വന്നേക്കുന്നത്. അപ്പം ഇനി പഴയതുപോലെ അധികം റിക്രൂട്ട്മെൻറ്റുകൾ ഉണ്ടാകില്ല എന്ന് തന്നെ കേട്ടോ നമ്മൾ കേട്ടേക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ കഴിഞ്ഞൊരു വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ഇമിഗ്രേഷൻ, അതായത് ഭയങ്കര അൺകൺട്രോളബിൾ ആയിട്ടുള്ള രീതിയിൽ ഇങ്ങോട്ട് ഇമിഗ്രേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കണക്കെടുപ്പുകളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു വർഷത്തെ അജണ്ട എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ അജണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. അതവർ സ്റ്റുഡൻസിൻ്റെ ഇൻടേക്ക് കുറച്ചു, അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ പാർട്ട്ണറെ കൊണ്ടുവരാനായിട്ടുള്ള വിസ പ്രൊവൈഡ് ചെയ്യുന്ന പരിപാടി കുറച്ചപ്പോൾ തന്നെ ഒരുപാട് എന്താ പറയുക ഡിക്രീസ് ഉണ്ടായി. ഇമിഗ്രേഷനിൽ ഒരുപാട് താഴേക്ക് പോയി എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പം നമ്മളിങ്ങോട്ട് വരുന്നൊരു കടന്ന് കയറ്റം ശരിക്കും പറഞ്ഞൊരു പരിധി വരെ കുറഞ്ഞായിരുന്നു. അപ്പം ഈ ജൂണിൽ വരെയുള്ള അവരുടെ കണക്കെടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാളും 20% കുറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അപ്പം ജൂൺ കഴിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ അവർ കൊണ്ടുവന്ന ലോ കുറെ കൂടി എഫക്റ്റ് ആയിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ലോയും കൂടെ വന്നായിരുന്നു. അതായത് ഇവിടെ പാർട്ട്ണറെ കൊണ്ടുവരാനുള്ള വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം ഇത്രയെങ്കിലും എമൗണ്ട് നമ്മുടെ ആനുവൽ ഇൻകം വേണം എന്നുള്ളത്. അപ്പം മിക്ക നേഴ്സസും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സും ഒക്കെ ആ ഒരു എമൗണ്ടിൻ്റെ ഉള്ളിൽ പെടുന്നവരായിരുന്നു. അപ്പം നമുക്ക് ഇപ്പോഴും പാർട്ട്ണറെ കൊണ്ടുവരാനുള്ള പെർമിറ്റ് ഇവിടെ ഉണ്ട്. പക്ഷേ പല സ്റ്റുഡൻറ്റ് കാറ്റഗറിയിലും അല്ലാത്ത കാറ്റഗറിയിൽ വിസകളിലൊക്കെ വന്നവർക്ക് അപ്പോൾ പാർട്ട്ണറെ കൊണ്ടുവരാനുള്ള ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ഇമിഗ്രേഷൻ്റെ നമ്പർ കുറഞ്ഞായിരുന്നു. അപ്പോൾ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇവിടുത്തെ ഇങ്ങോട്ട് വരുന്ന ഇമിഗ്രേഷൻ്റെ നമ്പർ കുറയ്ക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള മുന്നോട്ടുള്ള കാലങ്ങളിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം പരമാവധി അവരുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക, അത് പുറത്തെ രാജ്യങ്ങളിൽ നിന്നുള്ള പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അവരുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ഇമിഗ്രേഷൻ ഇങ്ങോട്ട് നടന്നിരിക്കുന്ന കൺട്രികൾ എന്ന് പറഞ്ഞാൽ യു കെയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു വന്നിരിക്കുന്നത് ഇന്ത്യ, പാകിസ്ഥാൻ, അതുപോലെ തന്നെ നൈജീരിയൻ കൺട്രീസ്, അങ്ങനെയുള്ള കൺട്രീസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നതെന്നാണ് അവരുടെ കണക്കൂട്ടൽ പറയുന്നത്. അപ്പോൾ അവർ പണ്ട്, അതായത് നമ്മൾ ഇത്രയും ഫ്രീ വിസയും അതുപോലെ തന്നെ എല്ലാം നമുക്ക് വരുന്ന എല്ലാ ചെലവുകളും അവരെടുത്തായിരുന്നു കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ പോപ്പുലേഷൻ കുറഞ്ഞതുകൊണ്ട്, ഇവിടുത്തെ ജോലികൾ ചെയ്യാൻ ആളുകൾ ഇല്ലാത്തത് കൊണ്ടും ആ ഒരു ജോലികളിലേക്കുള്ള ഗ്യാപ്പുകൾ നികത്തുക എന്നായിരുന്നു ഇവരുടെ ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇപ്പോഴത്തെ ഒരു സ്ലോഗൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ അവർ അനാലിസിസ് ഇത് കണ്ടുപിടിച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്രിട്ടീഷുകാർ തന്നെ കൂടുതൽ ജോലി ചെയ്യണമെന്നാണ്. കാരണം ഇവിടുത്തെ പല ഫേമുകളിലും ഹോസ്പിറ്റലുകളിലും അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ബ്രിട്ടീഷുകാരെക്കാളും കൂടുതൽ വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള പോപ്പുലേഷൻ എല്ലാം കൂടെ ചെയ്യുമ്പോഴാണ്. ഇപ്പം നമ്മുടെ ആളുകൾ തന്നെ ആണെങ്കിലും പലയിടത്തും എവിടെ ചെന്നാലും ഏത് മുക്കിലും മൂലയിൽ ചെന്നാലും അവിടെ ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ നമ്മുടെ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രോപ്പർ ബ്രിട്ടീഷുകാരല്ലാത്ത പല ആളുകളും ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ചെന്ന് കഴിയുമ്പോൾ കാണാൻ പറ്റുന്നു. ഇവിടുത്തെ ലേബർ പാർട്ടി വരുന്നതിന് മുമ്പുണ്ടായിരുന്ന പാർട്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നതായിരുന്നു ഇങ്ങോട്ടുള്ള ഇമിഗ്രേഷൻ കുറയ്ക്കുക, അതുപോലെ തന്നെ ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ഫോറിനേഴ്സ് ആയിട്ടുള്ളവരുടെ പോപ്പുലേഷൻ കുറയ്ക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയിലുണ്ടായിരുന്നു. അപ്പോൾ അവരെടുത്ത ഒരു റൂളിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ടാണ് പുതിയ പാർട്ടി കയറിയപ്പോൾ നടത്തിയ സെൻസസിൽ നമ്പേഴ്സ് കുറഞ്ഞു വരുന്നുണ്ടെന്ന്, അതായത് ഇമിഗ്രേഷൻ്റെ നമ്പേഴ്സ് കുറഞ്ഞു വരുന്നുണ്ടെന്നാണ് ഇവർ കണ്ടേക്കുന്നത്. ഇവരായിട്ട് എടുത്തൊരു അജണ്ട അല്ലായിരുന്നത്. അപ്പോൾ ഇവർക്കും നമ്മൾ വോട്ട് ചെയ്യാൻ നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ഒരു ലീഫ്ലെറ്റ് വായിച്ചിരുന്നു. അപ്പം ലീഫ്ലെറ്റിൽ ഇവർ പ്രൊജക്റ്റ് ചെയ്തിരുന്ന ഒരു പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ ഒക്കെ പാർട്ട്നേഴ്സിനെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം
പാർട്ട്നേഴ്സ് രണ്ടുപേരും 2 സ്ഥലത്തായിട്ട് ജീവിക്കുന്നു, അത് ഇവർ അനുവദിക്കില്ല, ഇവർ കൊണ്ടുവരാൻ സമ്മതിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പുതിയ പാർട്ടിയുടെ ഒരു സ്ലോഗനായിട്ട് അവർ വെച്ചിരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക MP-മാരും അതായത് ഇമിഗ്രൻസിൻ്റെ പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടി തന്നെ വോട്ട് ചെയ്തേക്കുന്നത് കൊണ്ട് ഇനി നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു നിയമനങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം അങ്ങനെ NHS റിക്രൂട്ട്മെൻറ്റ് പുറത്തുനിന്ന് ഇനി നടത്താനായിട്ട്, അതായത് ഔട്ട്സൈഡേഴ്സിനെ എടുക്കാനായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല. പോരാത്തതിന് ഇപ്പോഴത്തെ അവരുടെ ഒരു തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NHSന് വേണ്ടി കൊടുക്കുന്ന ഫണ്ടുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അതായത് മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ പണിത് തീർത്തെന്നല്ല, മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും കാര്യക്ഷമമായിട്ടുള്ള രീതിക്ക് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് മാത്രമേ ഇപ്പം അനുവദിക്കുന്ന ഫണ്ടുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും, അതുപോലെ തന്നെ അനാവശ്യ ചിലവുകൾ. പണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, നമ്മൾ വന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ ബാങ്കും ഓവർ ടൈമും ഏജൻസി ഷിഫ്റ്റും അങ്ങനെ ഇഷ്ടംപോലെ ഷിഫ്റ്റുകളായിരുന്നു, എപ്പോഴും ഇവിടെ ഷോർട്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്ക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഡ്യൂട്ടി അല്ലാതെ എക്സ്ട്രാ ചെയ്യുന്ന ഡ്യൂട്ടികൾക്കാണ് കേട്ടോ ബാങ്ക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. നോർമൽ ഡ്യൂട്ടി ഒരു ആഴ്ചയിൽ 3 ദിവസം നോർമലായിട്ടുള്ള എല്ലാ വാർഡുകളിലും വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് വേരിയബിൾ അവേഴ്സ്, അതുകൊണ്ട് തന്നെ എനിക്ക് 4 ദിവസം ഒരാഴ്ചയിൽ വർക്ക് ഉണ്ട്. അപ്പോൾ ഈ 4 ദിവസത്തിൽ കൂടുതൽ എനിക്ക് 5-6 ദിവസം വർക്ക് ചെയ്യണമെങ്കിൽ അതൊക്കെ എൻ്റെ എക്സ്ട്രാ ഷിഫ്റ്റുകളാണ്. അപ്പോൾ ഇവരുടെ ഒരു രീതി അനുസരിച്ച് ഇവർ ഒരുപാട് എക്സ്ട്രാ ഷിഫ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ബാങ്ക് ഷിഫ്റ്റിലാണ് വരുന്നത്. അപ്പോൾ പണ്ടത്തെ അനുസരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഷിഫ്റ്റുകളും എക്സ്ട്രാ ഷിഫ്റ്റുകളും എല്ലാം കുറഞ്ഞു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ NHSന് അത്രയും ഫണ്ട്, ഇനി എക്സ്ട്രാ ഷിഫ്റ്റൊക്കെ ഒരുപാട് കൊടുക്കാനായിട്ടുള്ള ഫണ്ട് NHSന് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രീ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിറ്ററലി നമ്മുടെ എല്ലാ ചിലവുകളും ഇവർ തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ വെയിൽസ് പോലുള്ള സ്ഥലങ്ങളിൽ ഇടയ്ക്ക് വെച്ച് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നമ്മുടെ കേരളത്തിൽ നിന്ന്. പക്ഷെ ഇനി മുന്നോട്ട് പോകുമ്പോൾ അത് എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. കാരണം പുറത്തുനിന്നുള്ളൊരു ഇൻ്റർനാഷണൽ നഴ്സസിനെ എടുക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തെക്കുറിച്ച് ഒരു ചർച്ച ഇപ്പോൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കേൾക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് എന്തെങ്കിലും കിട്ടുമോ, ഏജൻസികളെ സമീപിക്കുമോ, നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക. ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണ്. അപ്പോൾ അവർ കൊണ്ടുപോകാമെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും സൂക്ഷിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം മുമ്പോട്ട് പോകുക. കാരണം ഇതിനു മുമ്പുള്ള നമ്മുടെ റിക്രൂട്ട്മെൻറ്റുകൾക്ക് ഒന്നും തന്നെ നമ്മൾ ഏജൻസിക്ക് ഒരു രൂപ പോലും കൊടുക്കാതെയാണ് നമ്മൾ അവർ കൊണ്ടുവന്നത്. കാരണം ഏജൻസികൾക്ക് ഡയറക്റ്റായിട്ട് NHS തന്നെയാണ് പേ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഒരു പൈസ പോലെ ഏജൻസി കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഏജൻസിക്ക് പൈസ കൊടുത്താൽ നിങ്ങളെ കൊണ്ടുപോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേൾക്കുന്നതെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.